തട്ടത്തിൻ മറയത്ത് എന്നുള്ള ടൈറ്റില് ആ സിനിമയ്ക്ക് വന്നത് അനു എഴുതിയ തട്ടത്തിൻ മറയത്തെ പെണ്ണെ എന്ന പാട്ടിലൂടെയാണ് എന്ന് അതിലെത്രത്തോളം സത്യമുണ്ട്? അത് ഞാൻ കൊടുത്തതല്ല. സോ വിനീതേട്ടൻ എന്നെ വിളിച്ചിട്ട് ആദ്യം ഇങ്ങനെ ഔട്ട് ഓഫ് നോ, ഞാൻ പാട്ട് ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ, സിനിമ എന്ന് പറയുന്നതൊക്കെ ഒരു നമ്മളെ ഡിസ്റ്റന്റ് ഡ്രീം എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളൊന്നും ആലോചിക്കുന്ന പോലുമില്ല. ഓൾസോ അതിൽ തന്നെ പാട്ടെടുത്ത് ആലോചിക്കുന്നേ ഇല്ല. അപ്പോൾ വിനീതേട്ടൻ സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പാട്ട് എഴുതാമോ എന്ന് ചോദിക്കുന്നു. അത് തന്നെ ഒരു ഷോക്കായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബബ്ലി എനിക്കങ്ങനെ പാട്ട് എഴുതാൻ അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്ന് അറിയുന്നതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു 4 വരിയുള്ള തട്ടത്തിൻ മറയത്തെ പെണ്ണെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ലൈൻസ് മാത്രം എനിക്കൊന്ന് അയച്ചു തന്നിട്ട് ഒന്ന് എഴുതാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് എഴുതി, അത് എങ്ങനെയോ തട്ടത്തിൻ മറയത്തെ പെണ്ണെ, പക്ഷെ അത് പ്രോബബ്ലി വിനീതേട്ടൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത് തന്നതുകൊണ്ടായിരിക്കും എനിക്ക് ആ വാക്ക് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം വിനീതേട്ടൻ എപ്പോഴും ഈ തട്ടം എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ അങ്ങനെയല്ലേ, അവളെ തട്ട് ഇട്ട് കഴിഞ്ഞാൽ സാറേ. അപ്പോൾ അങ്ങനെ വിനീതേട്ടൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് കംപ്ലീറ്റ്ലി നമുക്കൊരു കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നറേറ്റ് ചെയ്യുമ്പോൾ. ഈ നറേഷനിൽ നിന്ന് പ്രോബബ്ലി എൻ്റെ വായിൽ കയറി കൂടിയതോ എൻ്റെ മനസ്സിൽ ആ ഒരു വാക്ക് കയറിയിട്ടായിരിക്കും ഞാൻ തട്ടത്തിൻ മറയത്തെ പെണ്ണേന്ന് എഴുതിയത്. അത് എഴുതി കഴിഞ്ഞിട്ട് അതൊരു ചെറിയ പാട്ടാണല്ലോ, 4-5 വരികളുള്ള പാട്ട്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വിനീതേട്ടന് ഇഷ്ടമായി, അതങ്ങനെ അങ്ങ് പോയി. അപ്പൊ വിനീതന്റെ മനസ്സിൽ ഒരിക്കലും ഇത് സിനിമയുടെ ടൈറ്റിൽ ആവണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അവസാനം വിനീതേട്ടന് സ്വന്തമായിട്ട് വേറൊരു ടൈറ്റിലോ 1-2 ടൈറ്റിലോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും എന്തൊക്കെയോ നടന്ന് ഫൈനലി പേര് മാറുന്ന എന്തൊക്കെയോ ഒരു സിനാരിയോ ഒക്കെ വന്നപ്പോൾ എങ്ങനെയോ ഈ പാട്ടിന്റെ ഫസ്റ്റ് 2 വരി സിനിമയുടെ ടൈറ്റിൽ ആയതാണ്.